ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ദൈവം വചനമായി നമ്മളിലേക്ക് കടന്നു വരുന്ന സമയമായത്. കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മളെ സൗഖ്യപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുകയും ചെയ്യുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. ഇന്ന് നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പരിശുദ്ധാത്മാവാൽ നിയുക്തനായി കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലാണ്. അദ്ദേഹം തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. കാർമൽ കാത്തലിക് മിനിസ്ട്രി ട്രിവാൻഡ്രം എന്നൊരു ശുശ്രൂഷയ്ക്ക് അച്ഛൻ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് കേരളത്തിനകത്തും പുറത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് അതിശക്തമായ രീതിയിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്കൊന്നു ചേർന്ന് കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളുടെ ചിരു കരങ്ങളും ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ലോകത്തോട് ബഹുമാനപ്പെട്ട അച്ഛനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. 7 ഭൂഖണ്ഡങ്ങളിൽ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. അത്ഭുതകരമായ ഒരു അഭിഷേകം അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ ഒഴുകപ്പെടാൻ പോവുക. 2 കരങ്ങളും ഉയർത്തി അച്ഛനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഒന്ന് ചേർന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിൽ പ്രകാരം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. സിയോൻ പുത്രി, രാത്രിയുടെ യാമങ്ങളിൽ നീ കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. രാവും പകലും മഹാപ്രവാഹം പോലെ നിന്റെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ ഉണർന്നെഴുന്നേറ്റ് നീ ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. 4 കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ പ്രാണന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ രാത്രിയിൽ ലോകമെമ്പാടും വേദനയിലും ദുഃഖത്തിലും ഭാരങ്ങളിലും രോഗങ്ങളിലുമായിരുന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിനും ശക്തിക്കും വേണ്ടി ഹൃദയം നൊന്താഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി കരങ്ങൾ ഉയർത്താം. ഹൃദയം തുറന്ന് അതരം തുറന്ന് സ്തുതിക്കാം. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ശുശ്രൂഷ ഏറ്റെടുക്കണമേ. കർത്താവേ, ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ലോകമെമ്പാടുമുള്ള അങ്ങയുടെ മക്കളോട് കരുണയായിരിക്കണമേ. കിഴക്ക് നിന്ന് പുത്രന്മാരെയും പടിഞ്ഞാറ് നിന്ന് സന്തതികളെയും ഒരുമിച്ച് കൂട്ടി വടക്കിനോട് വിട്ടുകൊടുക്കുക, തെക്കിനോട് തടയരുതെന്ന് കൽപ്പിക്കുന്ന ദൈവം, തള്ളി അലച്ചു വരുന്ന ജലപ്രവാഹം പോലെ നിന്നിലേക്ക് വരുമെന്ന് അരുളി ചെയ്ത ദൈവം. ഓ പ്രിയപ്പെട്ട ആത്മാവേ, ശുശ്രൂഷയുടെ മേൽ കരുണയാവണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. തിരുവചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണമേ. എല്ലാ ഹൃദയങ്ങളെയും ജ്വലിപ്പിക്കണമേ. ആരാധന, 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 ആരാധന. തീമഴയേകണമേ, ആദിയിലെന്നത് പോ ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, തീമഴയേകണമേ, ആദിയിലെന്നത് പോ ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, തീമഴയേകണമേ, ശിഷ്യരിലെന്നത് പോ ദാസരിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, തീമഴയേകണമേ, ശിഷ്യരിലെന്നത് പോ ദാസരിൽ നിറയണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ടിരിക്കാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ദൈവം ഈ സന്ധിയിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കാനായി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സന്ധിയിൽ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സിയോൻ പുത്രി, നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയണം. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ പ്രാണന് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങളുയർത്തണം. ഈ നാട്, ഈ ദേശം, ഈ രാജ്യം, ലോകരാജ്യങ്ങളെല്ലാം അഭിഷേകത്തിൽ ഉയരാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയും ലോകമെമ്പാടും വെളിപ്പെടാൻ കർത്താവ് ഒരുക്കുന്ന ശക്തമായ ഒരു ശുശ്രൂഷയാണ് നമ്മുടെ നൈറ്റ് വിജിൽ. കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിച്ച് ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം തിരുവചനം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം തിരുവചനം. വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഹല്ലേലൂയാ. ആരും വിഷമിച്ചിരിക്കരുത്. ജാഗരണ പ്രാർത്ഥനയ്ക്ക് സങ്കടപ്പെട്ടിരിക്കണമെന്ന് ആരെങ്കിലും നിർദ്ദേശം തന്നിട്ടുണ്ടോ? ഇല്ല. സന്തോഷത്തോടെ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ വലിയ ആഹ്ലാദത്തോടെ നമുക്കായിരിക്കാം. സന്തോഷത്തോടെ ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശക്തി ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എപ്പോഴും സന്നദ്ധമായിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. കർത്താവിന് എപ്പോഴും ദൈവത്തിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമെന്നേ ഉള്ളൂ. ആരെയും ശിക്ഷിക്കണമെന്നോ ശപിക്കണമെന്നോ ആരെയും നിസ്സഹായതയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടണമെന്നോ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരാൾ പോലും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബം പോലും തകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോസ്തല പ്രവർത്തനത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ എല്ലായിടത്തുമുള്ള ജനതകൾ രക്ഷ പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ തയ്യാറാവുമ്പോൾ ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുക്കി കൊടുക്കാൻ സ്വർഗം എപ്പോഴും സന്നദ്ധമായിരിക്കുകയാണ്. നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കർത്താവ് നമ്മുടെ ഏറ്റവും ചെറിയ മിസ്റ്റേക്കുകൾ പോലും കണ്ടുപിടിച്ച് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു വടിയുമായി അധ്യാപകൻ കാത്തു നിൽക്കുന്നത് പോലെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയല്ല ദൈവം. മറിച്ച് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തിൽ നിന്ന് കൃപകൾ സ്വന്തമാക്കാൻ, ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിലൂടെ പറയുകയാണ്, വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് കർത്താവ് അവിടുത്തെ കരങ്ങൾ നീട്ടി നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ, കൃപകൾ, ദൈവത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും ചൊരിയുകയാണ്. കർത്താവ് ഇങ്ങനെ കരങ്ങൾ നീട്ടി നമ്മളിലേക്ക് അത് ഒഴുക്കി തരികയാണ്. നമ്മൾ റിസീവിങ് എൻഡിലാണ്, നമ്മൾ സ്വീകരിക്കുന്ന പൊസിഷനിലാണ്. അപ്പോൾ കർത്താവ് തരികയാണ്, നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പം അങ്ങനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്ക്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് വിശ്വാസം. ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പോൾ ഈ വാക്കുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ മൊബൈൽ ഫോണിൻ്റെ തരംഗങ്ങളുണ്ട്. നിങ്ങളെൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ടെലിവിഷൻ്റെ തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ ആരോടും സംസാരിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല, ടി വി കാണാനും പറ്റുന്നില്ല. കാരണം മൊബൈൽ ഫോൺ നിങ്ങൾ ഈ ആലയത്തിലേക്ക് കയറിയപ്പോൾ പുറത്തു വച്ചിട്ടാണ് വന്നതെന്ന് വിചാരിക്കുക. ടെലിവിഷൻ കാണാനുള്ള സംവിധാനം നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. ശ്രദ്ധിച്ചിരിക്കുക. എന്നാൽ മൊബൈൽ ഫോണിൻ്റെ ശബ്ദ തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. ടെലിവിഷൻ്റെ ശബ്ദ
ദൃശ്യ തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. ഇനി ഈ അന്തരീക്ഷത്തിൽ ടെലിവിഷൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ശബ്ദ ദൃശ്യ തരംഗങ്ങൾ നിലനിൽക്കെ തന്നെ നമുക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ പറ്റാത്തത്? നമ്മുടെ കയ്യിൽ അത് സ്വീകരിക്കാൻ പറ്റിയ ഡിവൈസ്, ഇൻസ്ട്രുമെൻ്റ് ഇല്ല. എന്നാൽ ഇപ്പോൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി 11 മണിക്ക് 12 മണിക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾ എവിടെയാണെന്ന് ഒന്ന് ലൊക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് അവർ വിളിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ നമ്പർ കണ്ട് നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫോണിലൂടെ നിങ്ങളെ ആരാണോ വിളിക്കുന്നത് ആ വ്യക്തിയുടെ സ്വരം കേൾക്കാൻ പറ്റുന്നു. കാരണം നിങ്ങൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ ആലയത്തിനകത്ത് നിന്ന് ഈ രാത്രി ജാഗരണ പ്രാർത്ഥനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും നിങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ ആ സമ്പർക്കത്തിന് നിങ്ങളെ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നില്ല. ശ്രദ്ധിച്ചിരിക്കുക, ദൈവം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് മാനവരാശിയുടെ ചങ്കിലേക്ക് ഇറ്റിച്ചു കൊടുക്കാൻ പറ്റുന്ന സകലതും കർത്താവ് യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് ഈ അന്തരീക്ഷത്തിൽ, ഈ ഭൂമിയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിലനിൽക്കുകയാണ്. നമുക്ക് ഒറ്റ പണിയേ ഉള്ളൂ, നമുക്കിത് റിസീവ് ചെയ്യണം, നമ്മളത് സ്വീകരിക്കണം. സ്വീകരിക്കാൻ പറ്റി ഇൻസ്ട്രുമെൻ്റ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മൾ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ പറ്റുന്ന നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുക. എൻ്റെ പോക്കറ്റിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ മൊബൈലിൻ്റെ ഉദാഹരണം പറയുന്ന എല്ലാവർക്കും അതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ എൻ്റെ പോക്കറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ ഫോൺ കേടാണെങ്കിൽ നിങ്ങളിലൊരാൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ എനിക്ക് നിങ്ങളുടെ സ്വരം കേൾക്കാൻ പറ്റില്ല. എന്നാൽ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കേടായ മൊബൈൽ ഫോൺ ഏതെങ്കിലും മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അത് ഞാൻ നന്നാക്കി കഴിയുമ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വരം ഈ മൊബൈൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് കേൾക്കാൻ പറ്റും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. കർത്താവിൻ്റെ കൃപ നമ്മളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് ദൂരെയല്ല. യെശയ്യാ 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്തതുപോലെ എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്തതുപോലെ കയ്യെത്തിപ്പിടിക്കാനാവാത്ത വിദൂരതകളിൽ കാത്തു നിൽക്കുന്ന ആളല്ല ദൈവം. ദൈവം നമ്മുടെ തൊട്ടടുത്താണ്. നമുക്കൊന്ന് കണ്ണടച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ആ സ്നേഹം ഒരു മഴ പോലെയും മഞ്ഞ് പോലെയും നിലാവ് പോലെയും പെയ്തിറങ്ങുന്ന അത്ര സമീപസ്ഥനാണ്, അത്ര അടുത്താണ് ദൈവം നമുക്ക്. പ്രിയപ്പെട്ടവരെ, ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ റിസീവിങ് ഇൻസ്ട്രുമെൻ്റ് കേടാണ്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇത് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ഒന്ന് റെഡിയാക്കിയാൽ കർത്താവിനെ ആർക്കും അനുഭവിക്കാൻ പറ്റും. ദൈവം നമ്മൾ വിചാരിക്കുന്നത് പോലെ ദൂരെയല്ല. കർത്താവിനെ അനുഭവിക്കാൻ പറ്റാത്തത്, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തത്, കർത്താവിൻ്റെ കൃപയാൽ സ്പർശിക്കപ്പെടാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ റിസീവിങ് ഇൻസ്ട്രുമെൻ്റ് കേടാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ സകല കൃപകളും നമ്മുടെ മേൽ വെളിപ്പെടാനുള്ള ആ ദൈവത്തിൻ്റെ സമൃദ്ധി, ദൈവത്തിൻ്റെ നിധി സൂക്ഷിച്ചിരിക്കുന്ന വാതിലിൻ്റെ താക്കോലാണ് എന്ത്? വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടാണ്, വിശ്വാസം എന്ന് പറയുന്ന ഈ താക്കോല് കൊണ്ടാണ് നമ്മൾ ഈ കൃപകളെ തുറന്നെടുക്കേണ്ടത്. ഉച്ചത്തി പറയാം ഹല്ലേലൂയാ. ഇന്ന് കണ്ണടച്ച് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ കൃപ ശക്തമായി അനുഭവിക്കാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി വിശ്വാസം തുറക്കപ്പെടാനായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് ആരാധിച്ചേ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, എബ്രായ ലേഖനം 11:6 കർത്താവ് പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഈ വിശ്വാസമാണ് ദൈവത്തിൻ്റെ സകല കൃപകളും തുറന്നെടുക്കാനുള്ള അനുഗ്രഹം. നമുക്ക് സംഭവിച്ച അപകടം എന്താണെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാമോ? നമുക്ക് സംഭവിച്ച അപകടം എന്താണെന്നറിയാമോ? എനിക്ക് ഒരു 10-11 കൊല്ലം കൊണ്ടാണ് ഇത് മനസ്സിലായത്. നിങ്ങൾക്ക് ഞാൻ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഒരു പൈസയും തരാതെ ഫ്രീ ആയിട്ട് അത് പറഞ്ഞു തരാൻ പോവാണ്. അതുകൊണ്ട് ഉണർന്നിരുന്ന് കേട്ടോളുക.
അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ വെളിപ്പെടാത്തതിന് എന്താണ് കാരണം? നമ്മൾ അധ്വാനിക്കാഞ്ഞിട്ടാണോ? മുട്ടുകുത്തി നിൽക്കാഞ്ഞിട്ടാണോ? ചരല് വിരിച്ചിട്ട് അതിൻ്റെ മേൽ കൈവരിച്ച് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? ഉപവാസം എടുക്കാഞ്ഞിട്ടാണോ? കുരിശുമല കയറാത്തതാണോ? കുരിശിൻ്റെ വഴി ചൊല്ലാത്തതാണോ? കൊന്തമണിയുടെ ഒരു കഴിക്കാത്തതാണോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവിൻ്റെ കൃപ നമ്മളെ സ്പർശിക്കുന്നില്ല. വർഷങ്ങൾ കൊണ്ടാണ് എനിക്കിത് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കി, എൻ്റെ പോരായ്മ പ്രാർത്ഥനയില്ലായ്മയല്ല, എൻ്റെ പോരായ്മ വിശുദ്ധിയുടെ കുറവല്ല, എൻ്റെ പോരായ്മ അറിവിൻ്റെ കുറവല്ല, എൻ്റെ പോരായ്മ ഏതെങ്കിലും തരത്തിൽ ബോധത്തിൽ വെളിച്ചമില്ലാത്തതല്ല, മറിച്ച് എൻ്റെ പോരായ്മ വിശ്വാസമില്ലാത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കി. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കിത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കാം. ഞാൻ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇത് പറഞ്ഞു തരാം. ഞാനൊരു അധ്യാപകനാണ്, ഞാൻ നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് വെളിപ്പെടാത്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന വേദപാഠ അറിവുകളെയാണ് നമ്മൾ വിശ്വാസമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. വിശ്വാസം യഥാർത്ഥത്തിൽ എന്താണെന്ന് പിടികിട്ടാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ചാൾസ് ഡ്യൂക്ക് എന്ന പേരുള്ള ഒരു അമേരിക്കക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ചന്ദ്ര ഉപരിതലത്തിലൂടെ 72 മണിക്കൂർ ഒഴുകി നടന്ന ആളാണ്. ബഹിരാകാശ പേടകത്തിൽ ചന്ദ്രനിലൂടെ 3 ദിവസം നടന്ന ആളാണ്, സഞ്ചരിച്ച ആളാണ്. അപ്പം ഇത് അമേരിക്കയിലേക്ക് ഈ ചാന്ദ്രയാനം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഒരു ഹോളിവുഡ് താരത്തിന് കിട്ടുന്നതിലും ശക്തമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാൻ, അദ്ദേഹത്തെ ഒന്ന് തൊടാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ, അദ്ദേഹത്തിൻ്റെ സമ്പർക്കത്തിൽ ഉൾപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിച്ച ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരു ഹോളിവുഡ് താരത്തിന് കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് ആരാധനാ പരിവേഷങ്ങൾ നൽകി ചാൾസ് ഡ്യൂക്ക് എന്ന ഈ മനുഷ്യൻ്റെ പിന്നാലെ ഈയമ്പറ്റകളെ പോലെ നടക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ വിചാരിച്ചു, എനിക്ക് കിട്ടിയ ഈ പദവിയും പ്രശസ്തിയും ഈ വലിയ പദവികളുമെല്ലാം എൻ്റെ ജീവിതത്തെ സമാധാനമുള്ളതാക്കുമെന്ന് ഈ മനുഷ്യൻ വിചാരിച്ചു. എന്നാൽ കാലാന്തരത്തിൽ മാസങ്ങൾ കടന്നു പോകുമ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി, തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആരാധനാ പരിവേഷങ്ങൾക്കൊന്നും തൻ്റെ കുടുംബത്തിൽ പോലും ഒരു മാറ്റം വരുത്താൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഭാര്യയുമായി എല്ലാ രാത്രികളിലും വഴക്കാണ്. വഴുക്കുന്ന വരമ്പിലൂടെ, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന വഴുക്കുന്ന വരമ്പിലൂടെ ദാമ്പത്യം മുന്നോട്ട് പോവുകയാണ്. സ്വസ്ഥതയും സമാധാനമില്ലാത്ത വീട്, എല്ലാ ദിവസവും വഴക്ക്. ഭാര്യ 3 തവണ ആത്മഹത്യക്കൊരുങ്ങി. അങ്ങനെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് എല്ലാ അലച്ചിലുകൾക്ക് ശേഷവും ഒരാൾ തിരിച്ചെത്തുന്ന സ്ഥലമാണ് വീട്. ആ വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ ഒരാൾ തകരും. അങ്ങനെ തകർന്നൊരവസ്ഥയിൽ, കട്ടപ്പാടിൻ്റെ അവസ്ഥയിൽ, കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും ഉത്തരമില്ലായ്മയുടെ അവസ്ഥയിൽ ഒരു സുഹൃത്ത് ചാൾസ് ഡ്യൂക്കിനോട് പറഞ്ഞു, നീ സുവിശേഷം കേൾക്കാൻ വരുന്നുണ്ടോ? റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയും, വിശ്വസിക്കുന്നവർക്ക് യഹൂദനോ ഗ്രീക്കുകാരനോ ആവട്ടെ, വിശ്വസിക്കുന്നവന് സുവിശേഷം ദൈവശക്തിയാണ്, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പം അതുകൊണ്ടൊരു കൂട്ടുകാരൻ, ഈ ബോധ്യം കിട്ടിയ കൂട്ടുകാരൻ ചാൾസ് ഡ്യൂക്കിനോട് പറഞ്ഞു, നീ സുവിശേഷം കേൾക്കാൻ വരുന്നുണ്ടോ? അപ്പം ഇയാൾക്ക് എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെടാമായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന ഈ മനുഷ്യന് സുവിശേഷം കേട്ട് ഒരു സമാധാനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ആ സന്ധ്യയ്ക്ക് ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ അദ്ദേഹം സുവിശേഷം കേൾക്കാൻ പോയി. ഇതുപോലെ സ്റ്റേജിൽ നിന്നൊരു പാവ മനുഷ്യൻ സുവിശേഷം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താണ് സുവിശേഷം? യേശുക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. യേശുക്രിസ്തു പാപത്തിന് പരിഹാരബലിയായി കുരിശിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ ജീവിക്കുന്നു. അവൻ നിന്നെ രക്ഷിക്കും, നിന്റെ രോഗം സുഖപ്പെടുത്തും, നിന്റെ പാപം ക്ഷമിക്കും, നിന്റെ ബന്ധനം തകർക്കും. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷത്തിൻ്റെ നിർമ്മലമായ പാഠങ്ങൾ ആ സുവിശേഷകൻ പങ്കുവച്ചു. ശക്തമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൃപ ഒഴുക്കപ്പെട്ട സമയത്ത് അപ്പാടെ ജീവിതം തകർന്ന് തരിപ്പണമായി, തകർന്നു വീണ ചൊല്ലുകൂടാരം പോലെ തകർന്നു കിടന്നൊരു കുടുംബത്തെയും ചങ്കിനകത്തെടുത്ത് വെച്ച് സുവിശേഷം കേൾക്കാൻ വേണ്ടി ഈ മനുഷ്യൻ്റെ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ മനുഷ്യൻ്റെ, ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയുടെ 2 കണ്ണിലൂടെയും 2 കവിൾത്തടങ്ങളിലൂടെയും കണ്ണുനീരിങ്ങനെ ധാരധാരയായി അണമുറിയാതെ ഒഴുകി വരികയാണ്. ചാൾസ് ഡ്യൂക്കിന് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ അയാൾ പലപ്പോഴും കണ്ണടച്ചിരുന്നു. അവസാനം ഈ സുവിശേഷ സന്ധ്യ അവസാനിക്കുമ്പോൾ സുവിശേഷം പറഞ്ഞ ആള് ഇപ്രകാരം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സുവിശേഷം കേട്ടവർ,
കർത്താവായ യേശുവിനെ കുറിച്ച് കേട്ടവർ, ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഓൾട്ടർ കോൾ നടത്തുമ്പോൾ ഈ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഭാര്യ ഭർത്താവ് തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, എന്നിട്ട് ഒരുമിച്ചൊന്ന് നമുക്ക് പോകാമായിരുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളും സംസാരിച്ചു. ചാൾസ് ഡ്യൂക്ക് പെട്ടെന്ന് ഭാര്യയുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് രണ്ടുപേരും കൂടെ എഴുന്നേറ്റു. ആയിരക്കണക്കിന് ആരാധനാ മനോഭാവത്തോടെ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭനായ പ്രശസ്തനായ ഈ വ്യക്തിയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കണ്ണുകളുടെ നടുവിലൂടെ ഈ മനുഷ്യൻ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഈ സ്റ്റേജിൻ്റെ മധ്യത്തിലൂടെ, ആ ഓഡിറ്റോറിയത്തിന് മധ്യത്തിലൂടെ സ്റ്റേജിന് മുന്നിലേക്ക് വന്ന് നിന്നിട്ട് ഈ സുവിശേഷകൻ മൈക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം ആ മൈക്കിലൂടെ എല്ലാവരും കേൾക്കുക എങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സുവിശേഷം കേൾക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു രക്ഷിക്കുന്നു എന്നെനിക്കിപ്പോഴാണ് മനസ്സിലായത്. തകർന്ന് തരിപ്പണമായൊരു കുടുംബമാണ് എൻ്റേത്. ജീവിതം നിരാധാരമായ ഒരാളാണ് ഞാൻ. പ്രതീക്ഷിക്കാൻ എൻ്റെ മുമ്പിൽ ഒന്നും അവശേഷിക്കാത്തതുപോലെ കൈവിട്ടൊരു ജീവിതത്തിൻ്റെ മിച്ചവുമായിട്ടാണ് ഞാൻ ഈ സന്ധിയിൽ വന്നെത്തിയത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ സാക്ഷി നിർത്തി ഉറക്കെ പ്രഖ്യാപിക്കണം, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ഈ മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തുമ്പോൾ സുവിശേഷകൻ അയാളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈ ആമുഖം പറഞ്ഞത് മറ്റൊരു കാര്യം പറയാനാണ്. ചാൾസ് ഡ്യൂക്ക് പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു വാചകമുണ്ട്. സത്യത്തിൽ നമ്മളെ നടുക്കിക്കളയുന്നൊരു വാചകം. അദ്ദേഹം ഇങ്ങനെ എഴുതി, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദൂരം, യാത്ര ചെയ്തെത്താൻ ബദ്ധപ്പാടേറിയ, ക്രോസ് ചെയ്തെത്താൻ വളരെ പ്രയാസമേറിയ, പ്രപഞ്ചത്തിലെ ഏറ്റവും കടന്നെത്താൻ പ്രയാസമുള്ള ദൂരം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരമല്ല, ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിലേക്കുള്ള ദൂരമാണ്. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു മനുഷ്യൻ്റെ തലയിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ദൂരമാണ് യാത്ര ചെയ്ത് കടക്കാൻ ഏറ്റവും ബദ്ധപ്പാടേറിയ ദൂരം. ഈ കാലഘട്ടത്തിലെ കെട്ട് എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അറിയണ്ടേ? ഈ കാലഘട്ടത്തിലെ കെട്ട് ബുദ്ധിയുടെ കെട്ടാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കാലഘട്ടത്തിലെ കെട്ട് ബുദ്ധിയുടെ കെട്ടാണ്, ബുദ്ധിയുടെ കെട്ട്. അതുകൊണ്ടാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ഈ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. കാരണം ഈ സുവിശേഷത്തിൻ്റെ ദൃശ്യമായ പ്രകാശം കാണാൻ പറ്റാത്ത വിധത്തിൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സിനെ, അവരുടെ ബുദ്ധിയെ അന്ധകാരമയമാക്കിയിരിക്കുന്നു. ബുദ്ധിയെ ഈശോ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം, കർത്താവേ, സർവശക്തനായ പിതാവേ, ഈ കാര്യങ്ങൾ നീ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ആർക്ക് വെളിപ്പെടുത്തി? ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്ന് കരങ്ങൾ ഉയർത്തി ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഈ രാത്രിയിൽ കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് വിശ്വാസത്തിൻ്റെ കൃപ വെളിപ്പെടാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ കെട്ട് ബുദ്ധിയുടെ കെട്ടാണ്. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ നമ്മുടെ തലയ്ക്കകത്ത് ഒതുക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, നമ്മൾ ഇപ്പോൾ പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മളിരിക്കുന്നു. ഈ സ്ഥലത്ത് നമ്മളിരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നു. നിങ്ങൾ ഓർക്കേണ്ടത്, ഈ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയായ ഈ ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. ഈ ഭൂമിയുടെ എത്ര ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്? 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ഭൂമികളെ സൂര്യനകത്ത് ഒതുക്കി വെക്കാം. ഈ ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനും ഭൂമിയും ഇതുപോലെയുള്ള അനേകം ഗ്രഹങ്ങളും ചേർന്ന സൗരയൂഥം, നമ്മുടെ സൗരയൂഥം, ഗാലക്സി, അതുപോലെയുള്ള ദശലക്ഷക്കണക്കിന് ഗാലക്സികൾ, നമുക്ക് തലയ്ക്കകത്തൊതുക്കാൻ പറ്റാത്ത മഹാപ്രപഞ്ചം, ബ്രഹ്മാണ്ഡ കടാഹം, മഹാപ്രപഞ്ചം, നമുക്കൊരിക്കലും ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര വിശാലമായ ഈ വിശ്വമഹാപ്രപഞ്ചം. ശ്രദ്ധിക്കുക, ഈ ഭൂമിയുടെ 30 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അടങ്ങി നമ്മുടെ സൗരയൂഥം, അതുപോലെയുള്ള ദശലക്ഷക്കണക്കിന് ഗാലക്സികൾ, ഇതെല്ലാം സൃഷ്ടിച്ച മഹാപ്രപഞ്ചത്തെ സ്വന്തം കരവിരലുകൾ കൊണ്ട് രൂപപ്പെടുത്തിയ സർവശക്തനായ ദൈവം ഒരിടത്ത്. ഇനി
ഈ ഭൂമിയിൽ സൂര്യനേക്കാൾ 30 ലക്ഷം ഇരട്ടി വലിപ്പക്കുറവുള്ള ഈ ഭൂമിയിൽ 5 ഭൂഖണ്ഡങ്ങൾ, അതിലൊരു ഏഷ്യ വൻകര, അതിനകത്തൊരു ഇന്ത്യ മഹാരാജ്യം, അതിനകത്തൊരു കേരള സംസ്ഥാനം, അതിനകത്തൊരു ജില്ല, ആ ജില്ലയിലൊരു സ്ഥലം, ആ സ്ഥലത്ത് ഇവിടെ ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ നിൽക്കുന്ന ഡാനിയേലച്ചൻ പൊടിയിലും പൊടി, സ്പെക്ക് ഓഫ് എ സ്പെക്ക്, പൊടിയിലും പൊടി. ഇനി ആ പൊടിയെ കണ്ടുപിടിക്കാൻ മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പൊടിയായ ഞാൻ പറയുകയാണ്, ഒറ്റ അടി കിട്ടിയാൽ, എൻ്റെ തലച്ചോറിന് നല്ല ശക്തമായൊരടി കിട്ടിയാൽ ബോധം കെട്ട് നിലത്ത് വീണ് ജീവിതം തീരാവുന്ന ഞാൻ പറയുകയാണ്, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ, ദൈവം നൽകിയ വെളിപ്പെടുത്തലുകളെ എനിക്ക് എൻ്റെ തലയ്ക്കകത്ത് ഒതുക്കാനും മനസ്സിലാക്കാനും പറ്റുമെന്ന്. നിങ്ങൾ യൂട്യൂബിലൂടെ പ്രഗത്ഭരായ സുവിശേഷകന്മാർ ദൈവവചനം പ്രഘോഷിക്കുന്ന വീഡിയോസിൻ്റെ അടിയിലേക്ക് പോയാൽ അതിൻ്റെ കമൻറ്റ് കോളങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോകണം. അനേകം പ്രഗത്ഭരായ സുവിശേഷകരെ, ഡൊമിനിക്കച്ചനെ, വട്ടായിലച്ചനെ, നായ്ക്കമ്പറമ്പിലച്ചനെ, പനക്കലച്ചനെ പോലെയുള്ള വലിയ വലിയ ശുശ്രൂഷകരുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ അടിയിൽ നിങ്ങൾ സമയമെടുത്തുന്നിരുന്ന് അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചാൽ ബുദ്ധി കൊണ്ട് ലോകത്തെ അളക്കുന്നവരുടെ ഒരുപാട് കമൻറ്റുകൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ കാണാൻ പറ്റും. സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തെ സ്വന്തം ബുദ്ധിക്കകത്ത് ഒതുക്കാമെന്ന് വിചാരിക്കുന്ന ബുദ്ധിമാന്മാർ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. പ്രിയപ്പെട്ട മക്കളെ, കഫർനാമിലെ സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം നിവർത്തിയായി. അതായത് വചന ശുശ്രൂഷയെ സംഭവിക്കേണ്ട എന്തെന്നറിയാമോ? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തിയാവണം. ബുദ്ധിയുടെ കെട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിയുടെ കെട്ട് അഴിയണം. ബുദ്ധിയുടെ കെട്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇടപെട്ട് ബുദ്ധിയുടെ കെട്ടഴിയണം. നന്നായിട്ട് ആഗ്രഹിച്ചോ, കർത്താവ് ഇടപെടും. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് സംശയമില്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടാവരുത്. കണ്ണടച്ചോ, ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറെ കൂടി സ്വരമുയർത്തി സ്തുതിച്ചേ, സ്തുതിച്ചേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടാനാവാത്ത വിധത്തിൽ ബുദ്ധിയെ കെട്ടിയിട്ടിരിക്കുന്ന സകല ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയുടെ കെട്ട അന്ധകാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ചാൾസ് ഡ്യൂക്ക് പറഞ്ഞു, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദൂരം ഒരുത്തൻ്റെ തലേന്ന് ചങ്കിലേക്കുള്ള ദൂരമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം അതാണ്. അതുകൊണ്ടാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ 2 ദിനവൃത്താന്തം 16:9 കർത്താവ് പറഞ്ഞത്. 2 ദിനവൃത്താന്തം 16:9 കർത്താവ് പറഞ്ഞു, തൻ്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. നമുക്കൊന്ന് പറഞ്ഞാലോ, ഉറക്കെ പറഞ്ഞാലോ. തൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. ഇപ്പോൾ ഡാനിയേലച്ചന് വേണ്ടി പറഞ്ഞാണ്, ഇനി നിങ്ങൾക്ക് വേണ്ടി പറയണം. ഉറക്കെ പറയാം. തൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. തൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. ആർക്ക് വേണ്ടിയാണ് ദൈവം ശക്തി പ്രകടിപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? തൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം പായുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും വെളിപ്പെടാൻ നമ്മൾ ഒന്നാമതായി അഴിക്കേണ്ട കെട്ടാണ് ബുദ്ധിയുടെ കെട്ട്. എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു സംഭവം നിങ്ങളോട് പറയാം. എനിക്ക് വേണ്ടി നമ്മൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും അനേകായിരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, ആ അമ്മ ഒരിക്കലും, ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ ശുശ്രൂഷ. തിരുവനന്തപുരത്തെ പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ എല്ലാ മാസവും ആദ്യ ശനിയാഴ്ചയും 2-ാം വെള്ളിയാഴ്ചയും ഞങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ താമസിച്ചാണ്, വളരെ ദൂരം യാത്ര ചെയ്ത് പെട്ടെന്ന് വന്ന് കയറുകയാണ്. അങ്ങനെ ചെന്ന് കയറുന്ന സമയത്ത് ഒരമ്മ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു സാക്ഷ്യമുണ്ട്, അച്ഛനിത് വായിക്കണം, എനിക്ക് വന്ന് പറയാനുള്ള ധൈര്യമൊന്നുമില്ല അച്ഛാ, എനിക്ക് പേടിയാ, അച്ഛനങ്ങ് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചോളാം അമ്മയെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് പോക്കറ്റിലിട്ടു. ആരാധന തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആളുകൾ സാക്ഷിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, ദൈവമേ, ഈ അമ്മ എഴുതി തന്നൊരു സാക്ഷി എൻ്റെ കയ്യിലുണ്ടല്ലോ, അത് വായിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു. അപ്പം മുൻപ് വായിച്ച് നോക്കിയിട്ടില്ല, അപ്പോൾ വായിക്കുകയാണ്.
അപ്പം ഞാൻ വായിച്ച കാര്യം ഞാൻ നിങ്ങളോട് അതുപോലെ പറയാം, ഉറങ്ങരുത്, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളാരും ഉറങ്ങിയില്ല, ഞാൻ മുൻകരുതൽ പറഞ്ഞാണ് ഉറങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ അമ്മ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം ഇതാണ്. ഈ അമ്മയ്ക്ക് അനേക നാളുകളായി, അനേക വർഷങ്ങളായി അമിത രക്തസ്രാവത്തിൻ്റെ രോഗമുണ്ട്, ഓവർ ബ്ലീഡിംഗ് ആണ്. അപ്പം അതുമൂലം ഈ സഹോദരി ഒത്തിരി ഭാരപ്പെട്ട് വിഷമിച്ച് നടക്കുകയായിരുന്നു. താരതമ്യേന സാമ്പത്തികമായി സുരക്ഷിതത്വമുള്ള വീട്ടിലെ അമ്മയാണ്. അപ്പോൾ ആശുപത്രികളിലൊക്കെ കൊണ്ടുപോകും, വീട്ടിൽ നിവൃത്തിയുള്ള കുടുംബത്തിലെ അമ്മയാണ്. അതുകൊണ്ട് അവർ നല്ല നല്ല ആശുപത്രികളിലെ കൊണ്ടുപോയി, നല്ല ഭേദപ്പെട്ട ഒത്തിരി ആശുപത്രികളുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. അങ്ങനെ ഒത്തിരി ആശുപത്രികളെ കൊണ്ടുപോയി. പക്ഷേ ഈ അമ്മയ്ക്ക് ഒരുപാട് ആശുപത്രികൾ, ആയുർവേദവും അലോപ്പതിയും പല ചികിത്സാവിധികളും പരീക്ഷിച്ചിട്ടും ഒരു മാറ്റവും ഇല്ല ഈ അസുഖത്തിന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും വായിച്ചിട്ടുള്ളൊരു വചനഭാഗം, ഈ അമ്മയും ഒരുപാട് തവണ മുമ്പ് വായിച്ചിട്ടുള്ളതാണെങ്കിലും ആ അമ്മ അപ്പോൾ ആ വചനം ഒരു ശ്രദ്ധയോടെ വായിച്ച വചനഭാഗം ഇതാണ്. ഈശോ ജായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കാൻ വേണ്ടി 12-കാരിയായ പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി യേശു പോകുന്നൊരു യാത്രയുണ്ടല്ലോ. ആ യാത്രയിൽ കർത്താവ് ഇങ്ങനെ പോകുന്ന വഴിക്ക് പത്രോസും ശിഷ്യന്മാരും എല്ലാവരും യേശുക്രിസ്തുവിനെ തിക്കിത്തിരക്കി പോകുമ്പോൾ ജനക്കൂട്ടം ഇങ്ങനെ ആർത്തിരച്ച് ആരവങ്ങളോടെ കർത്താവിൻ്റെ ശരീരത്തിൽ ഒന്ന് തൊട്ടാലെങ്കിലും മതി എന്നുള്ള ആഗ്രഹത്തോടെ പോകുന്ന നേരത്ത് 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട അമ്മ, ആരും കാണരുതേ ദൈവമേ എന്ന് ആഗ്രഹിച്ച്, കാരണം ഇവൾ മതാചാരപ്രകാരം അശുദ്ധിയുള്ളവളാണ്, അയിത്തമുള്ളവളാണ്. അവൾക്കൊരു പുരുഷനെയോ ഒരു സ്ത്രീയെയോ ഈ ശരീരശുദ്ധിയില്ല എന്ന് മതം പറഞ്ഞ സ്ത്രീയാണിത്. അതുകൊണ്ട് ആ സ്ത്രീക്ക് ആരെയും സ്പർശിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് ആരും കാണരുതേ എന്ന് ആഗ്രഹിച്ച്, ആരുടെയും ശ്രദ്ധയിൽപ്പെടരുതേ എന്ന് ആഗ്രഹിച്ച് തെക്കിലും തിരക്കിലും പെട്ടി ബഹളത്തിനിടയിലൂടെ അവളിങ്ങനെ ഊർന്നൂർന്ന് ചെന്ന് ഈശോ കാണാതെ, ചുറ്റും നിന്നവർ കാണാതെ, ആരും അറിയാതെ യേശുവിൻ്റെ ചേലാഞ്ചലത്തിൽ, വസ്ത്രാഞ്ചലത്തിൽ തൊട്ടു. നമുക്കറിയാവുന്ന ഭാഗമാണ്. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇൻസ്റ്റൻ്റായിട്ട് ആ മകൾ അവിടെ വെച്ച് സുഖപ്പെട്ടു. കർത്താവ് തിരിഞ്ഞു എന്ന് ചോദിച്ചു, ആരാ എന്നെ തൊട്ടേ? ശിഷ്യന്മാർ ചോദിച്ചു, ആരാ തൊടാത്തെ? എല്ലാവരും തൊടുകയാണ്. കർത്താവ് പറഞ്ഞു, ഇല്ല, ആരോ വിശ്വാസത്തോടെ എന്നെ തൊട്ടിട്ടുണ്ട്, ആരോ ഒരാൾ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചി പേടിച്ച് വിഷമിച്ച് പറഞ്ഞു, അയ്യോ കർത്താവെ, ഞാനാ തൊട്ടേന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, മോളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പൊക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈ ഭാഗം വായിച്ചു. അപ്പോൾ ഈ ഭാഗം വായിച്ചപ്പോൾ സമാനമായ രോഗമുള്ള അമ്മയല്ലേ, മറ്റാരെയും ഇത് തൊട്ടില്ലെങ്കിലും ആ അമ്മയെ അത് തൊടും. ഒരുപാട് കാലമായി അമിതമായ രക്തസ്രാവം മൂലം വിഷമിക്കുന്ന ഈ പാവം സഹോദരി ഈ ഭാഗം വായിച്ച സമയത്ത് ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെപ്പോലൊരമ്മ 10-12 കൊല്ലമായി തീരാവ്യാധിയും കൊണ്ട് നടന്ന് അനേകം വൈദ്യന്മാരുടെ അടുത്ത് പോയി സുഖപ്പെട്ടിട്ടില്ല എന്ന് ബൈബിള് പറയുന്നുണ്ട്. എൻ്റെ അവസ്ഥ അതാണ് കർത്താവേ. എന്നെപ്പോലൊരമ്മ നിൻ്റെ പിന്നാലെ വന്ന്, നിൻ്റെ പിന്നിലൂടെ വന്ന് നിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ, വസ്ത്രവിളമ്പിൽ തൊട്ടപ്പോൾ നിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി വ്യാപിച്ച് സുഖപ്പെടുത്തിയതുപോലെ കർത്താവേ, എന്നെ ഒന്ന് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഈ അമ്മ ഇങ്ങനെ ചിന്തിച്ചു, ഈശോയെ തൊട്ടായിരുന്നെങ്കിൽ സൗഖ്യം കിട്ടിയേനെ. പക്ഷെ തൊടാൻ യേശു എവിടെ? ജീവനോടെ കർത്താവ് ഇന്ന് കൺമുമ്പിലില്ല. പച്ചമാംസത്തോടെ തൊടാൻ പാകത്തിൽ കർത്താവ് ഇന്ന് കൺമുമ്പിലില്ല. പെട്ടെന്ന് ആ അമ്മയുടെ മനസ്സിൽ ഒത്തിരി ഭക്തിയും പ്രാർത്ഥനയും സഭയോടും വൈദികരോടും ഒക്കെ സ്നേഹമുള്ളൊരു അമ്മയായത്. ആ അമ്മയുടെ ചങ്കിനകത്തേക്ക് ഇങ്ങനെ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് കൊടുത്തു, നിന്റെ ഇടവകയിലെ വികാരി അച്ഛൻ മറ്റൊരു ക്രിസ്തുവാണ്. അങ്ങനെയൊന്നും ചിന്തിക്കുന്ന കാലമല്ല ഇത്, എങ്കിലും ആ അമ്മ ചിന്തിച്ചു, നിന്റെ ഇടവകയിലെ വികാരി അച്ഛൻ മറ്റൊരു ക്രിസ്തുവാണ്. ആ അമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ഈശോയെ, നിന്റെ സ്ഥാനത്ത് നിന്നല്ലേ എൻ്റെ അച്ഛൻ കുർബാന ചൊല്ലുന്നത്, നിന്റെ സ്ഥാനത്ത് നിന്നല്ലേ എൻ്റെ അച്ഛൻ കുമ്പസാരിപ്പിക്കുന്നത്, നിന്റെ സ്ഥാനത്ത് നിന്നല്ലേ എൻ്റെ അച്ഛൻ ആശീർവദിക്കുന്നത്. അപ്പോൾ ഈശോയെ, നിന്നെ തൊടാൻ പറ്റില്ല, അച്ഛൻ്റെ വസ്ത്രവിളമ്പിൽ തൊട്ടാൽ സൗഖ്യം കിട്ടും. അങ്ങോട്ടങ്ങ് വിശ്വസിച്ചു. അതാണ് 2 ദിനവൃത്താന്തം 16:9. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി ഒത്തിരി ചോദ്യമൊന്നും ചോദിക്കലിൻ്റെ മക്കളെ. ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ ജീവിതം ബാക്ക് ടു സ്ക്വയർ വൺ, പഴയ പോലെ, വീണ്ടും പഴയ പോലെ. ഒരുപാട് ചോദ്യങ്ങൾക്കൊടുവിലും കെട്ടുകളും ബന്ധനങ്ങളും അങ്ങനെ തന്നെ. ഒത്തിരി ചോദ്യമൊന്നും വേണ്ട, കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പഠിക്ക്. ഈ അമ്മ ഇങ്ങനെ വിശ്വസിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, അച്ഛനെ തൊടാം. അതുകൊണ്ട് കോർപ്പസ് ക്രിസ്റ്റിയുടെ പെരുന്നാളാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ ദിവസം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണമായി അച്ഛൻ ദേവാലയത്തിൻ്റെ മധ്യത്തിലൂടെ പോകുമെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ഉത്തമ ബോധ്യത്തോടെ, നല്ല ശ്രദ്ധയോടെ
മറ്റാരും അറിയാതെ, ആരുടെയും കണ്ണിൽപ്പെടാതെ, ശ്രദ്ധിക്കാതെ ഒരു സൈഡിൽ മാറി ഒതുങ്ങി നിന്ന് അച്ഛൻ ഇങ്ങനെ തിരുവോസ്തിയിൽ ഈശോയും കൊണ്ട് ഇങ്ങനെ സഞ്ചാരം ചെയ്ത് പോകുന്ന നേരത്ത്, എൻ്റെ പൊന്ന് കർത്താവേ, ഞാൻ തൊടുവാണ് കേട്ടോ, എന്നെ നീ തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് ചങ്കിനകത്തൊരു നിലവിളി അങ്ങോട്ട് നിലവിളിച്ചിട്ട് ഈ അമ്മ ആരും കാണാതെ പതുക്കെ അച്ഛൻ്റെ തിരുവസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒറ്റ സെക്കൻഡ് ഒന്ന് തൊട്ടിട്ട്, എൻ്റെ കർത്താവേ എന്നൊരൊറ്റ വിളിയും വിളിച്ച്, ഒറ്റ കരച്ചിൽ. ആർക്കും ഒന്നും പിടികിട്ടിയില്ല. അച്ഛന് മനസ്സിലായില്ല, ചുറ്റും നിന്നവർക്ക് പിടികിട്ടിയില്ല. സ്വർഗത്തിന് പിടികിട്ടി, ഈശോയ്ക്ക് പിടികിട്ടി. സക്രാരി തിരുവോസ്തി അരളിക്കയിൽ അച്ഛൻ്റെ കയ്യിലിരുന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അരളിക്ക വിട്ട് ഈശോ ഇറങ്ങി. അച്ഛൻ്റെ കയ്യിലൂടെ ഈശോ ഇങ്ങനെ ഇറങ്ങിയിട്ട് എൻ്റെ പൊന്നു മോളെ എന്ന് പറഞ്ഞ് അങ്ങോട്ടൊരു ഒറ്റ പിടിയങ്ങ് പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മ എഴുതി തന്ന സാക്ഷ്യം ഇങ്ങനെ അവസാനിക്കുന്നു. എനിക്കങ്ങോട്ട് വായിച്ചു തീർക്കാൻ പറ്റുന്നില്ലത്. ആ അമ്മ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ നിമിഷം മുതൽ പിന്നീട് ഇന്ന് വരെ എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല. ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്താ നൂലെ കെട്ടി ഇറക്കുമെന്ന്. ദൈവം നൂലെ കെട്ടി ഇറക്കുമോ? ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നൂലെ കെട്ടി ഇറക്കുന്നത്. നിങ്ങളിൽ ആർക്ക് സംശയമുണ്ടെങ്കിലും ഈ വക കാര്യങ്ങളിൽ എനിക്കിന്ന് സംശയമില്ല. വളരെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും സഹിച്ച് ജീവിക്കുന്ന, വളരെ താഴ്ന്ന നിലയിൽ സമൂഹം കാണുന്ന കോളനികളിൽ ഞാൻ വികാരിച്ചനായിട്ടിരുന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സമൂഹത്തിൽപ്പെട്ട, ജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് 190 കുടുംബങ്ങൾ അവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. പള്ളി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഞാനൊരു 6 വർഷം മുമ്പുള്ള സാഹചര്യം പറയാം. ദേവാലയത്തിൽ വരുമ്പോൾ രാവിലെ അനുദിന ദിവ്യബലിയിൽ സംബന്ധിക്കാൻ വരുമ്പോൾ അതുങ്ങൾക്ക് ഒരു നല്ല സാരി ഇല്ലാത്തത് കൊണ്ട് നൈറ്റി ഇട്ടുകൊണ്ടാണ് ചേച്ചിമാർ കുർബാനയ്ക്ക് വരുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ കേരളത്തിലെ ക്രിസ്ത്യാനിക്ക്? കൈലിമുണ്ടും ഉടുത്തുകൊണ്ടാണ് ചേട്ടന്മാർ കുർബാനയ്ക്ക് വരുന്നത് പറഞ്ഞാൽ കൊള്ളാവുന്ന ഇല്ല. അതിപ്പോൾ ഞായറാഴ്ച മാത്രം ഇടും നല്ലത്. അങ്ങനെ വരുന്ന പാവപ്പെട്ട മനുഷ്യർ പ്രഭാതത്തിൽ കർത്താവിനെ വിളിച്ചിട്ട് ഈശോയെ എന്ന് ചങ്കുപൊട്ടി വിളിച്ച് കരയുമ്പോൾ സ്വർഗം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് ബുദ്ധി കൂടിയതാണ് ഈ കാലഘട്ടത്തിൻ്റെ കെട്ട്. ഒത്തിരി അറിവുണ്ടായതാണ് ഈ കാലഘട്ടത്തിൻ്റെ കെട്ട്. ദൈവത്തെ ശുദ്ധ മനസാക്ഷിയോടെ, നിഷ്കളങ്കതയോടെ വിളിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. സങ്കീർത്തനം 34:8, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയണം. എന്നൊക്കെ പറഞ്ഞേ, കർത്താവ് എത്ര നല്ലവനാണെന്ന് എന്നൂടെ പറഞ്ഞേ. കർത്താവ് എത്ര നല്ലവനാണെന്ന് എങ്ങനെ അറിയണം? രുചിച്ചറിയണം. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയണം. തൊട്ട് 10-ാമത്തെ വാക്യം എങ്ങനെയാണ്? സങ്കീർത്തനം 34:10, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാലോ? ഉറക്കെ പറയാം അല്ലേ? ഉറക്കെ പറയാം. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. ഇത് പോരാ കേട്ടോ, ഇത് പോരാ. വചനം പറയുന്ന സമയത്ത് നല്ല വെടിച്ചില് പോലെ പറയണം, നല്ല വെടിയുണ്ട ചെന്ന് തറയ്ക്കുന്ന പോലെ പറയണം. അവർക്ക് പറയാലോ, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇനി നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ എല്ലാവർക്കും കൂടെ? സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കണ്ണും പൂട്ടി വിശ്വസിക്കണത്. കണ്ണും പൂട്ടി. ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് ചെന്നപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന, ഞാൻ ഐഡൻറ്റിറ്റി പറയുന്നില്ല, കേരളത്തിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും കൂടെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ 10 മിനിറ്റ് മതിയച്ചോ, അച്ഛനെ ഞങ്ങൾ ശല്യപ്പെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വന്നേ. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ പോയത്. അപ്പോൾ ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം അദ്ദേഹത്തിന്. കാരണം ഞാനിങ്ങനെ കേട്ട് ദൈവമേ എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ, എന്തെല്ലാം കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ കേട്ടിരുന്നാൽ മതി, ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ 2-2.5 മണിക്കൂർ ഈ മനുഷ്യൻ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട അത്ഭുതകരമായ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ ഇപ്പം അങ്ങ് കയറി വരുന്നതുകൊണ്ട് ഞാൻ പറയാം. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു കാലത്ത് നല്ല മദ്യപാനിയായിരുന്നു. ഭയങ്കര മദ്യപാനത്തിൻ്റെ അടിമയായി കേരളത്തിന് വെളിയിൽ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ജീവിതം ഒന്ന് രൂപപ്പെടുത്താമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അവിടെ നിന്ന് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയായി. നാട്ടിലേക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് ജോലിക്ക് പോകുന്നത്. അവിടെ എല്ലാ ദിവസവും ഒന്നും ജോലിയില്ല. അപ്പോൾ കർത്താവിനെ അറിഞ്ഞു, മാനസാന്തരപ്പെട്ടു, ധ്യാനം കൂടി, കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കുടുംബത്തിൽ നല്ല ദാരിദ്ര്യമുണ്ട്.
അപ്പോൾ 8ഉം 10ഉം ദിവസത്തേക്ക് ചിലപ്പോൾ ജോലി കിട്ടില്ല, ജോലി കാണില്ല, അല്ലെങ്കിൽ ജോലി ചെയ്താൽ ആ സ്ഥലത്ത് ശമ്പളം കൊടുക്കാൻ ജോലി കൊടുത്തിരിക്കുന്ന ആൾക്ക് നിവൃത്തിയില്ല. അങ്ങനെ പാവപ്പെട്ട മനുഷ്യൻ ഒരു പാവപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്നു. ആ മനുഷ്യന് പല ദിവസങ്ങളിൽ അരി വാങ്ങിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നാട്ടിൻപുറത്തേക്കുള്ള പാവപ്പെട്ട ചേച്ചിമാർ എന്നാ ചെയ്യുന്നേ? അരിയില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ എല്ലാം സമാനമായ ദാരിദ്ര്യമുള്ള വീടുകളാണ്, എല്ലാം പാവപ്പെട്ടവരാ. അതുകൊണ്ട് മാനക്കേടും ഒന്നുമില്ല, അങ്ങോട്ട് പോയിട്ട് ഇന്ന് അരിയില്ല, ഇവിടെ കുറച്ച് അരി കടം തരാൻ പറയും. അങ്ങനെയൊക്കെ അരി വാങ്ങിക്കും. ഇന്നത്തെ കാലത്ത് ഈ ഭാഷയൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവോ? ഏതായാലും മനസ്സിലാവുന്നവർ മനസ്സിലാക്കുക. ഏതായാലും ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ പോയി വാങ്ങിക്കും. അങ്ങനെ ഓരോ ദിവസവും ഈ മനുഷ്യൻ ഇല്ലാതെ വരുന്ന സമയത്ത് അടുത്തുള്ള വീട്ടിൽ പോയി കടം വാങ്ങിക്കും, അദ്ദേഹത്തിൻ്റെ ഭാര്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ വീട്ടിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ കഞ്ഞിക്ക് വേണ്ടി അരിയിടുകയാണ്. അപ്പം അരിയിരിക്കുന്ന പാത്രത്തിൽ നിന്ന് അരി എടുത്ത് കഞ്ഞി വെക്കുന്ന കലത്തിലേക്ക് അരി ഇടുമ്പോൾ ഈ സ്ത്രീ സങ്കടത്തോടെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഒറ്റ നേരത്തേക്കുള്ള, അതായത് ഇപ്പോൾ ഇടാനുള്ള അരിയേ ഉള്ളത്. അപ്പോൾ ഈ അരി എടുത്ത് കഞ്ഞി വെക്കുന്ന പാത്രത്തിലേക്ക് അരി ഇട്ടിട്ട് പ്രയാസം കൊണ്ട്, ദൈവമേ ഇത് ഒഴിഞ്ഞല്ലോ എൻ്റെ കർത്താവേ എന്ന് വിചാരിച്ചിട്ട് ഒരു പിടി അരി എടുത്ത് തിരിച്ചിട്ടു. അതവിടെ കിടക്കണമെന്ന് വിചാരിച്ചു. എന്നിട്ട് രാവിലെ ഇവള് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം കൊടുത്തിട്ട് അവളൊരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ അവളുടെ അമ്മയാണ് വീട്ടിലുള്ളത്. അമ്മയാണ് വൈകുന്നേരത്തിന് വേണ്ടി അരിയിടുന്നത്. അപ്പോൾ അമ്മ വൈകുന്നേരം അരിയിടാൻ വേണ്ടി നോക്കുമ്പോൾ ഈ കലത്തിനകത്ത് ഒരു നേരത്തേക്കുള്ള അരി കിടക്കുന്നു. അപ്പോൾ ഇവൾ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചാന്ന് വിചാരിച്ചു. എന്നിട്ട് ഇട്ടിട്ട് ദൈവമേ ഒഴിഞ്ഞല്ലോ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഒരു പിടി അരി എടുത്ത് തിരിച്ചിട്ടു. പിറ്റേ ദിവസം രാവിലെ ഇവള് കഞ്ഞി വെക്കുകയാണ്. കഞ്ഞി വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു നേരത്തേക്കുള്ള അരിയുണ്ട്. അമ്മ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചാന്ന് വിചാരിച്ചു. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ടിട്ട് ഒരു പിടി അരി എടുത്ത് തിരിച്ചിട്ടു. തമ്പുരാനെ ഇത് തീർന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പിടി അരി തിരിച്ചിട്ടു. അങ്ങനെ 6 ദിവസം പോയി. നിങ്ങൾ കേട്ടോണം, 6 ദിവസം പോയി. 6-ാം ദിവസം ഈ സഹോദരൻ 10 കിലോ അരിയും വാങ്ങിച്ചുകൊണ്ട് വന്നു. വന്നിട്ട് ഈ സഹോദരൻ പറഞ്ഞു, എടീ എവിടുന്നാ വാങ്ങിച്ചതെന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു, അമ്മയാ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് അമ്മ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു, അവളല്ലേ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യനും ഭാര്യയും കണ്ണുനീരോട് അത് പറഞ്ഞിട്ട് അവർ ഒരു നിലവിളിയാണ് പിന്നെ വരുന്നത്. കണ്ണുനീരോട് എൻ്റെ അടുത്ത് പറയണം, എൻ്റെ അച്ഛാ ആരും കടം വാങ്ങിച്ചിട്ടില്ല, പക്ഷേ 6 ദിവസമായിട്ട് അരിപ്പാത്രത്തിലെ അരി കുറഞ്ഞിട്ടില്ല. വേദപുസ്തകം കള്ളമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കുറവുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ, കുറവുണ്ടാവില്ല. നിനക്ക് സംശയമുണ്ടെങ്കിലും എനിക്ക് സംശയമില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ, ദൈവം എനിക്ക് മഹാഭാഗ്യം തന്നിട്ടുണ്ട്. നിവൃത്തിയില്ലാത്ത മനുഷ്യർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മനുഷ്യർ, ദൈവം മാത്രം ആശ്രയമായ മനുഷ്യർ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കർത്താവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ദൈവം നൂലെ കെട്ടി ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കണ്ണുമുട്ടി നിഷ്കളങ്കതയോടെ കർത്താവിനെ തേടണം. വലിയ കാര്യമൊന്നുമല്ല ഇത്, എനിക്കറിയാം ഇത്. പക്ഷേ ഇതാണ്, ഈ 1-ാം പാഠമാണ് ഹൃദയത്തിനകത്ത് എഴുതി വെക്കേണ്ടത്. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച്, നമ്മൾ ഒരുപാട് ബുദ്ധി കൊണ്ട് വിലയിരുത്തി, ന്യായാന്യായങ്ങൾ പരിശോധിച്ച്, കാരണങ്ങളെയും ഫലങ്ങളെയും നിർണയിച്ച് നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് നമ്മൾ എവിടം വരെ എത്തി? ബുദ്ധിയുടെ കെട്ട്. ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ആ ബുദ്ധിയുടെ കെട്ടഴിയണം. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ചോദിക്കും, ഈ ലോകത്തിൻ്റെ വിജ്ഞാനി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികൻ എവിടെ? ലോകദൃഷ്ടിയാ ബുദ്ധിയുള്ളവരെന്ന് വിചാരിക്കുന്നവരെ ലജ്ജിപ്പിക്കാൻ ലോകത്തിൻ്റെ കണ്ണിൽ ഭോഷന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. നിങ്ങൾക്കറിയാമോ, യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? അരമണിക്കൂറോ? പിന്നെ നമ്മളാണോ കർത്താവ്? അരമണിക്കൂർ. കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്നാണ്. യഹൂദൻ്റെ രാത്രി ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണിക്ക്, യഹൂദൻ്റെ രാത്രി അവസാനിക്കുന്നത് രാവിലെ 6 മണിക്ക്. അങ്ങനെയാണെങ്കിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവ് രാത്രി 12 മണിക്കൂർ പ്രാർത്ഥിച്ചു. എത്ര പേരെ തിരഞ്ഞെടുക്കാൻ? 12 പേരെ, ഓരോരുത്തരും ഓരോ മണിക്കൂർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 12 മണിക്കൂർ കഷ്ടപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് തിരഞ്ഞെടുത്ത ആരെയാ? ആ നാട്ടിൽ ഇതിനേക്കാൾ വിവരം കെട്ടവന്മാരില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ കണ്ണിൽ അവർക്കെല്ലാം പരിശുദ്ധാത്മാവ് കൊടുത്ത ബുദ്ധിയാണ്. അവർക്കെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ നിറച്ച ചൈതന്യമാണ്, ദൈവശക്തിയാണ് അവരിൽ നിറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. എവിടെ ബുദ്ധിയുടെ കെട്ടഴിയുന്നോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ,
അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മൾ ഈ രാത്രിയിൽ, നമ്മൾ ഈ ജാഗരണങ്ങളിൽ സംബന്ധിക്കുമ്പോൾ, നമ്മൾ ആരാധനയെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോഴെല്ലാം ഒറ്റ കാര്യം പ്രാർത്ഥിക്കണം: കർത്താവേ, എൻ്റെ ബുദ്ധിയുടെ കെട്ടഴിച്ചിട്ട് എനിക്ക് വിശ്വാസം തരണേ. 2 പ്രാർത്ഥന മറക്കരുത്. ലൂക്കാ 17:5 അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആരാ ഈ പ്രാർത്ഥിക്കുന്നേ? ഇപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തളർവാദ രോഗി എഴുന്നേറ്റാൽ പിന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ലൂക്കാ 17:5 അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ആരാ ഈ പ്രാർത്ഥിക്കുന്നേ? അതായത് ഭയങ്കര അത്ഭുതം കണ്ടവരല്ലേ ഇത്. അന്ധന്റെ കണ്ണ് തുറക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബധിരന്റെ ചെവി ചിലർ കണ്ടിട്ടുണ്ടാവും. തളർവാദ രോഗി എഴുന്നേക്കുന്നത്, മരിച്ചവനെ പൊക്കുന്നത്, ജായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നത്, അപ്പം വർദ്ധിപ്പിക്കുന്നത്, കടലിന് കുറുകെ നടന്നത്, ഇതൊക്കെ ആരാ? ഈ കണ്ടവന്മാരാ ഇത്. ഈ 12 പേര് ഇങ്ങനെ ലാസറിനെ ഉയർപ്പിക്കുന്നത്, കല്ലറ പൊട്ടിച്ചക്കതെ അഴുകിയവെന്താ ഇങ്ങനെ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഇറങ്ങി വരുന്നതൊക്കെ ആരാ കണ്ടേ? ശിഷ്യന്മാരാ കണ്ടവരാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, കണ്ടോ? അതാണ് അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായി. ദൈവമേ, ഇത് ഇത്രയും കണ്ട ആളുകൾക്ക് ഇവിടുന്ന് ഈ സംശയം? ഈ കണ്ടവന് സംശയം വരാമോ? അതാണ് പ്രശ്നം. ശ്രദ്ധിച്ചോണം. അതായത് എത്ര കണ്ടാലും വിശ്വാസം വരുത്തില്ലെന്നതിൻ്റെ അടയാളമാണ് കേരളത്തിലെ മലയാളികൾ. നമ്മൾ കേട്ടതുപോലെ സുവിശേഷം ആരാ കേട്ടെ? ആരാ ചേച്ചി കേട്ടെ? ചേച്ചി ധ്യാനം കൂടിയതുപോലെ എത്ര പേര് ധ്യാനം കൂടിയിട്ടുണ്ട്? നമ്മൾ സുവിശേഷം കേട്ടതുപോലെ ലോകത്തേതെങ്കിലും ഒരു ജനത സുവിശേഷം കേട്ടിട്ടുണ്ടോ? ലോകത്തേതെങ്കിലും ഒരു സ്ഥലത്ത് വചനം പറയുന്നത് പോലെ ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചത്? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇതെല്ലാം കണ്ടിട്ടും ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കണം. അതായത് വിശ്വാസം ചിലപ്പോൾ കണ്ടാലൊന്നും ഉണ്ടാവണമെന്നില്ല. വിശ്വാസം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കും, ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്. പ്രകൃത്യാതീത ദാനമാണ് വിശ്വാസം. വിശ്വാസം ആര് തരണം? ദൈവം തമ്പുരാൻ തരണം. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചത്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. മറ്റൊരു വചനം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-24 തിരുവചനം. കുട്ടിയുടെ പിതാവ് പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. അത് നല്ലൊരു പ്രാർത്ഥനയാണ്. എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. ഈ 2 പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ? കുഴപ്പമുണ്ടോ? ഇല്ല. ഒന്നാമത്തേതാണ് ലൂക്കാ 17:5. എന്താ പ്രാർത്ഥിച്ച അപ്പസ്തോലന്മാർ? കർത്താവിനോട് അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. രണ്ടാമത്തേത് മർക്കോസ് 9:24. കുട്ടിയുടെ പിതാവ് പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. രണ്ടാമത്തേത് അവിശ്വാസം പരിഹരിക്കണമേ. ഒന്ന് മുദ്രാവാക്യം വിളിച്ചാലോ? റെഡിയാണോ? ഇടത്തെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് പറയണം. ഇടത്തെ കൈ പൊക്കിയിട്ട് എന്താ പറയേണ്ടത്? എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. പറഞ്ഞേ. രണ്ടാമത്തെ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒന്നുകൂടെ. റെഡി. എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മുടെ അവിശ്വാസം പരിഹരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. പെട്ടെന്നൊരു സംഭവം പറഞ്ഞിട്ട് നിർത്താം. എൻ്റെ അടുത്ത് ഒരു അമ്മ വന്നു. ഞാൻ ഈ ഉപയോഗിക്കുന്നത് പോലെ ഒരു കറുത്ത പുറംചട്ടയുള്ള വേദപുസ്തകം അതിങ്ങനെ ചങ്കത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒക്കത്തൊരു കുഞ്ഞിനെ എടുത്താൽ വന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞു. എനിക്ക് സമയം തരണം, എന്നെ എടുപിടിയിൽ നിന്നും പറഞ്ഞു വിടരുത്, എനിക്ക് നേരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ, എൻ്റെ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ആ സ്ഥലത്താണ് എൻ്റെ വീട്. ആ സഹോദരി പറഞ്ഞു, വാടക വീട്ടിൽ കിടക്കുകയാണ്. ഭർത്താവ് കടുത്ത മദ്യപാനി, ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് പോകാത്ത അവസ്ഥ, ദാരിദ്ര്യത്തിൻ്റെ കെട്ട്, ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഭർത്താവ് മിലിറ്ററി ജോലി ചെയ്യുകയാണ്. അവിടുന്ന് ആഴ്ച ടെലിഗ്രാം വരും, ഈ മനുഷ്യന് അസുഖം കൂടുതലാണ്, ICUവിലാണ്, വെന്റിലേറ്ററിലാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ദിവസവും വിളിച്ചു പറയും. ഒടുവിൽ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മരിച്ചിട്ടില്ല, ബോധമില്ലാതെ കിടക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ജീവിതം അപ്പാടെ തകർന്ന് തരിപ്പണമായ ഒരു ദിവസം വളരെ വിഷമിച്ച്, മക്കളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങൾ, കൊച്ചുകുട്ടികൾ, അവരെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത് യാക്കോബായ സഭയിൽ പോകുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരി വന്നിട്ട് പറഞ്ഞു, ഉള്ള പേര് വിളിച്ചിട്ട് പറഞ്ഞു,
എടി, നീ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കരയുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്തില്ലേ, നിനക്കൊരു മാറ്റമില്ലല്ലോ. ഞാൻ നിന്നോട് പറയുകയാണ്, നീ പള്ളി വാ, നീ ഈശോ മിശിഹായെ ഒന്ന് വിളിക്കുക. ഈശോ മിശിഹായെ വിളിച്ചിട്ട് നീ കർത്താവിനോട് നിന്റെ സങ്കടം ഒന്ന് പറ, നിനക്കൊരു പരിഹാരം കിട്ടും ഉറപ്പാന്ന് പറഞ്ഞു. നീ വാ, നീ ഇങ്ങനെ ഗതികെട്ട് കിടക്കാതെ, നീ ആത്മഹത്യയെക്കുറിച്ച് പറയാതെ നീ വാ. ഇടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഇങ്ങനെ വിളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു കിടക്കുന്നത്. ഇങ്ങനൊന്നും പറയാനും വിളിക്കാനും ആരുമില്ല. അവനവൻ്റെ കാര്യവും അവനവൻ്റെ രക്ഷയും മതി എല്ലാവർക്കും. പോട്ടെ, വിഷയം അതല്ലല്ലോ. ഏതായാലും ഈ പറയുന്ന ചേച്ചി വിളിച്ചതനുസരിച്ച് ഈ എൻ്റെ മുമ്പിൽ വന്ന സഹോദരി പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്നപ്പോൾ ആ പള്ളിയിലെ അച്ഛൻ, വികാരി അച്ഛൻ, ഭക്തി നിർഭരമായിട്ട് ബലിയർപ്പിക്കുന്ന അച്ഛനാണ്. അച്ഛൻ വളരെ ഹൃദയം പൊട്ടി കർത്താവിനെ വിളിച്ച് കരഞ്ഞ ബലിയർപ്പിക്കുന്ന അച്ഛനാണ്. ആ ബലിയർപ്പണത്തിൽ സംബന്ധിക്കുമ്പോൾ ആ സഹോദരിക്ക് ഒരൊറ്റ അക്ഷരം പോലും മനസ്സിലായില്ല, നടന്ന പ്രാർത്ഥനകൾ ഒന്നും മനസ്സിലായില്ല. എന്നാൽ ആ ചേച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്നപ്പോൾ ചങ്ക് പൊട്ടി കരയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ദേവാലയത്തിൽ നിന്ന് ഹൃദയം പൊട്ടി കരഞ്ഞു. ദൈവമേ, മദ്യപാനത്തിനടിമയായ ഭർത്താവ്, മരണാസന്ന നിലയിലായി കിടക്കുന്ന ഭർത്താവ്, വാടക വീട്ടിൽ അന്തി ഉറങ്ങുമ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം, മക്കളെ പഠിപ്പിക്കാൻ ഗതിയില്ല. അങ്ങനെ കർത്താവിൻ്റെ സന്നിധി കരഞ്ഞ് നിലവിളിച്ചു. അമ്മ കരയുന്നതുകൊണ്ട് മക്കളും കരഞ്ഞു. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് 3 പേരും പുറത്തിറങ്ങുമ്പോൾ ഈ വിളിച്ച ആൾ ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുടിൽ കൊട്ടാരമൊന്നും ആയില്ലെങ്കിലും ഒത്തിരി സമാധാനം കിട്ടിയെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ദൈവത്തെ വിളിച്ച് കരഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ചയും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഞായറാഴ്ചയും ചെന്നു. അടുപ്പിച്ചൊരു 4 ആഴ്ച പള്ളിയിൽ പോയ സമയത്ത് വാടക വീട്ടുകാർ പറഞ്ഞു, പള്ളിയിൽ പോകുന്നവർക്ക് വീടില്ലെന്ന് പറഞ്ഞു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. മറ്റൊരാളുടെ ഔദാര്യത്തിൽ മറ്റൊരു വാടക വീട്ടിലേക്ക് മാറി. അപ്പോഴാണ് ഭർത്താവ് ജോലി ചെയ്യുന്ന മിലിറ്ററിയിൽ നിന്ന് ടെലിഫോൺ സന്ദേശം വരുന്നത്, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മരണാസന്ന നിലയിലായി കിടക്കുന്ന ഭർത്താവിനെ കൊണ്ടുവന്ന് ഇറക്കും, അവിടെ സ്വീകരിക്കാൻ വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വാടിത്തളർന്ന് കിടക്കുന്ന ഒരു വെജിറ്റബിൾ പോലെ കിടക്കുന്ന കെട്ടിയവനെ കൊണ്ടുവന്നിറക്കി. അമ്മയും 2 മക്കളും കൂടെ ഒരു വണ്ടി വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്നു. ആശുപത്രി കുറേ ദിവസങ്ങൾ കടന്നു. ഇനിയും വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആശുപത്രി അധികൃതർ വിധി എഴുതിയപ്പോൾ ഈ ഭർത്താവിനെയും കൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ബില്ലടയ്ക്കാൻ പൈസ പലരോടും ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുന്നത് വരെ 1 ദിവസം കൂടി 2 ദിവസം കൂടി അങ്ങനെ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തിട്ടും കിടക്കുകയാണ്. അങ്ങനെ ഒരു വഴിയില്ല. 3900 രൂപ കൂടി അടയ്ക്കണം. 3900 രൂപ കൂടി അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആശുപത്രിയിൽ തന്നെ കിടക്കുകയാണ്. അവിടെ ആ സ്ത്രീ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാൻ കർത്താവിനെ വിളിച്ചപ്പോൾ എനിക്ക് സമാധാനം കിട്ടി. കർത്താവിനെ വിളിച്ചതിൻ്റെ പേരിൽ എനിക്ക് വീട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ദേ ഭർത്താവ് ഇവിടെ വന്ന് ഈ അവസ്ഥയിൽ കിടക്കുന്നു. എങ്കിലും എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ ഈശോ എന്നെ സഹായിക്കും. ഞാൻ ആശുപത്രിയുടെ തണുത്ത തറയിൽ മുഴങ്കാലും മടക്കിയിരുന്ന്, ആ സ്ത്രീയുടെ വാചകമാണത്, മുഴങ്കാലും മടക്കിയിരുന്ന് ആ സ്ത്രീ പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നിന്നെ വിളിച്ച എൻ്റെ പേര് വഴി ഇറങ്ങിയ ആളാ ഞാൻ, എനിക്കൊരു വഴി കാണിച്ചു തരണേ എൻ്റെ കർത്താവെ. 3900 രൂപയുണ്ടെങ്കിൽ എനിക്ക് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ കരയുമ്പോൾ വാതുക്ക മുട്ടുകെട്ടു. കഥ തുറന്ന് നോക്കുമ്പോൾ വികാരിയച്ഛനാണ്. വികാരിയച്ഛൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ വന്ന് കാണാൻ പറ്റിയില്ല. എന്നോട് ആ സഹോദരി പറഞ്ഞു, ഞാൻ തിരക്കായിരുന്നു. അതെല്ലാം പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അച്ഛനൊരു 1000 രൂപ എടുത്ത് ഈ സ്ത്രീയുടെ കൈ കൊടുത്തു. അവർ ഈ 1000 രൂപയിലേക്ക് നോക്കിയിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, നാണക്കേട് അച്ഛ, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ എന്നോട് സ്നേഹം തോന്നി വന്നതല്ലേ, ഞാൻ ചോദിക്കുകയാണ് അച്ഛാ, 3900 രൂപ തരണേന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, 2 പോക്കറ്റിലും കൈയിട്ടിട്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ ചേച്ചി, എൻ്റെ വേറെ ഒരു പൈസയില്ല. അങ്ങനെ ഒരു നിമിഷം കണ്ണടച്ച് ആലോചിച്ച് നിന്നിട്ട് അച്ഛൻ വിവാഹം കഴിക്കുന്ന സഭയിലെ വൈദികനാണത്. ആ അച്ഛൻ്റെ കയ്യിലെ വിവാഹമോതിരം ഊരി, തൻ്റെ ഭാര്യയുടെ പേരെഴുതി വിവാഹമോതിരം ഊരി ഈ സ്ത്രീയുടെ ഉള്ളം കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, വിൽക്കുവോ പണയം വെക്കുവോ എന്നാ വേണേലും ചെയ്തിട്ട് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. വാ വിട്ട് കരഞ്ഞുകൊണ്ട് ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് മനസ്സിലായി അച്ഛാ, എൻ്റെ കർത്താവ് ഞാൻ ചോദിച്ചാൽ കരഞ്ഞാൽ മറുപടി തരുമെന്ന് എനിക്ക് മനസ്സിലായി. മുൻപ് ആ സ്ത്രീ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങളെല്ലാം മാറ്റിവെച്ച് കർത്താവായ യേശുവിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ ഈ ഭർത്താവിനെയും കൊണ്ട്, മരണം കാത്തു കിടക്കുന്ന ഭർത്താവിനെയും കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ചോര ഛർദ്ദിച്ച് കിടക്കുന്ന ഭർത്താവിനെ പണമില്ലാത്തത് കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ രാത്രി അത്താഴം കഴിഞ്ഞിട്ട് രാത്രി മുഴുവൻ ഭർത്താവ് ചോര ഛർദ്ദിച്ച് കിടക്കുകയാണ്. അയാൾക്ക് ആശുപത്രി കൊണ്ടുപോകാൻ നിവൃത്തിയില്ല, ഒരു വണ്ടി വിളിക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ നിവൃത്തിയില്ല. അങ്ങനെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞിരുന്ന് ഈ സ്ത്രീ രാത്രിയുടെ ഏതോ യാമത്തിൽ നിലവിളിച്ച് കരയുമ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ശക്തമായ ഒരു പ്രകാശം വന്ന് അവരുടെ മുഖത്തൊരൊറ്റ അടിയടിച്ചു. അവർ ബോധം കെട്ട് വീണുപോയി. രാവിലെ ഒരു 8-8:30 മണിയായി സ്ത്രീ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ 2 കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് 2 സൈഡിൽ ഇരിപ്പുണ്ട്.
ഭർത്താവ് എഴുന്നേറ്റ് കട്ടിലിരിപ്പുണ്ട്. ഭർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്നാ പറ്റിയത്? അവർക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ കിടക്കുകയില്ലായിരുന്നോ, നിങ്ങൾ എങ്ങനെ എഴുന്നേറ്റേ? അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ പ്രഭാതം വെളുപ്പാങ്കാലമൊക്കെ ആവുന്ന സമയത്ത് എന്നെ ആരോ തട്ടി വിളിച്ച് എഴുന്നേക്കടാന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിച്ചു. എടി, എനിക്കിപ്പോൾ ഒരു അസുഖമില്ല, നമുക്ക് ആശുപത്രി പോയി ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്ത് നോക്കണം, എനിക്കൊരു രോഗമില്ല. ഞാൻ ചുരുക്കി പറയാൻ പ്രിയപ്പെട്ടവരെ, സമയച്ചുരുക്കം കൊണ്ട് ഞാൻ വലിയൊരു കഥ ചുരുക്കി പറയാം. ആ സഹോദരി തിരുവനന്തപുരത്ത് കല്ലമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ മക്കളും ഭർത്താവും കുഞ്ഞു മൂത്ത മകളുടെ മകനും ഒക്കെ ആയിട്ട് താമസിക്കുന്ന അമ്മ ധ്യാനം കൂടാൻ വരും. ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ചങ്ക് പറഞ്ഞാ പറയുന്നത്. അവർക്കറിയാം ഹല്ലേലൂയൊക്കെ പറഞ്ഞാൽ വിടുതൽ കിട്ടുമെന്ന് അവർക്കറിയാം. യേശുവിനെ വിളിച്ചാലൊക്കെ കെട്ടഴിയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെ ഒന്നും ആരും പറഞ്ഞ് പ്രബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരിങ്ങനെ ചങ്കുപൊട്ടിയെ വിളിക്കുന്നത്. അങ്ങനെ ആ സഹോദരി, ഞാൻ ചുരുക്കി പറയാൻ പ്രിയപ്പെട്ടവരെ, ആ ഭർത്താവിനെയും കൊണ്ട്, മരണം കാത്തു കിടന്ന ഭർത്താവിനെയും കൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്ത ആ സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇടപെട്ട് ആ സഹോദരന് സൗഖ്യം കൊടുത്തിട്ട് ഇന്ന് ആ ഭർത്താവും ആ സഹോദരിയും അവരുടെ 2 പെൺമക്കളും, മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു, മൂത്ത മകളുടെ ഭർത്താവും കുഞ്ഞും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വീടുണ്ട്. മൂത്ത മകള് ഒരു ബാങ്കിൻ്റെ മാനേജർ, ഇളയ മകള് കോഴിക്കോട് നിന്നാണ് പഠിച്ചിറങ്ങിയത്, ഡോക്ടർ. 2 പേരും കർത്താവ് അനുഗ്രഹിച്ച് വട്ടപൂജ്യത്തിൽ നിന്ന് കർത്താവ് വലിയ സാമ്പത്തിക സ്ഥിതിയിലേക്കും ആത്മീയ സ്ഥിതിയിലേക്കും വളർത്തിയ കാര്യം ആ സ്ത്രീ ഒത്തിരി മണിക്കൂറുകൾ എടുത്ത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, വേദപുസ്തകത്തിൽ പറയുന്ന ദൈവം തമ്പുരാൻ വിശ്വസ്തനായതുകൊണ്ടാണ് ഞാനും എൻ്റെ മക്കളും ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഉച്ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ കൊടുത്തുകൊണ്ട് ദൈവം ഈ ശുശ്രൂഷയുടെ നേരത്ത് നമ്മളോട് പറഞ്ഞത്, നമ്മൾ കുഞ്ഞിനെ പോലെ വിശ്വസിക്കണം. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ ഒരു ദൈവത്തെ നീ ഈ രാത്രിയിൽ കണ്ടുമുട്ടണം. ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഹൃദയം തകർന്ന എൻ്റെ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ ജീവിതം അടഞ്ഞ വഴികൾ അവസാനത്തെ വഴികളല്ല. നിങ്ങൾ തൊട്ടടുത്ത വളവിനപ്പുറത്ത് ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് അവസാനത്തെ വഴിയല്ല. കർത്താവായ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് ആരെയും ശ്രദ്ധിക്കരുത്, മറ്റുള്ളവരെ ഒന്നും നോക്കരുത്. നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, ആരുടെ അംഗീകാര പത്രങ്ങൾ വേണ്ട. നീ ദൈവത്തെ വിളിക്കണം. നിന്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ വീടിൻ്റെ കെട്ടഴിയും. നിന്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൻ്റെ കെട്ടഴിയും. 2 കരങ്ങൾ നന്നായിട്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിനെ തുറന്ന് ഒരു 10-25 പേര് സ്വരം കേൾക്കട്ടെ. ഉച്ചത്തിൽ സ്തുതിച്ച് എല്ലാ മക്കളും സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. അതിനെ തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് ഉച്ചത്തിൽ സ്തുതിച്ച് യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ബുദ്ധിയുടെ കെട്ട് കർത്താവേ, മനസ്സിലെ ചിന്തകൾ, മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള അവിശ്വാസത്തിൻ്റെ ബന്ധനക്കെട്ടുകൾ നസ്രാന യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാത്താൻ കെട്ടിയ ബുദ്ധിയുടെ കെട്ട് യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിശ്വാസങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന.